ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് അപ്പോൾ നമ്മളൊരു കോളേജിൻ്റെ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. AIT ആര്യാനെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നൊരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാം, എൻട്രൻസ് എക്സാം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പാലക്കാട് ജില്ലയിലെ ഒരു പ്രമുഖമായിട്ടുള്ളൊരു കോളേജാണിത്. വളരെ വിശാലമായൊരു ക്യാമ്പസ് തന്നെയാണിത്. താത്താൻ്റെ മോനിക്ക് എക്സാം ആയിരുന്നു, JEE എക്സാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ 7 മണിക്ക് തന്നെ ഞങ്ങളവിടെ എത്തി. വളരെ വെയിലായതിനു ശേഷമാണ് വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് വീഡിയോ എടുത്തത്. അതുപോലെ തന്നെ ഇരുവശങ്ങളിലും നിറയെ കവുങ്ങ്, തെങ്ങ്, മാവ് തുടങ്ങിയ ഫലവൃക്ഷാദികൾ നിറഞ്ഞു നിന്നിരുന്നു. വേനലിൻ്റെ കടുത്ത ചൂടിലും വളരെ പച്ചപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷമായിട്ട് തന്നെ അത് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇരുനിരകളിലായിട്ട് വളരെ വിശാലമായ 13 ഏക്കറിൽ കൂടുതലുള്ള ഒരു വിശാലമായ ഒരു ക്യാമ്പസായിരുന്നു നമ്മുടെ ആര്യാനെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നിറയെ കെട്ടിട സമുച്ചയങ്ങളും നിലവിലുണ്ടെങ്കിലും അതിൻ്റെ ചൂടിനെയെല്ലാം ഇല്ലാതാക്കാനും അതേപോലെ തന്നെ ആ ക്യാമ്പസിനെ മനോഹരമാക്കാനും ഈ ഒരു ഫലവൃക്ഷാദികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൻ്റെ നനവിൻ്റെ ദൗർലഭ്യം കൊണ്ട് തന്നെ അത് ഏകദേശം ഉണങ്ങിയ മട്ടായിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ പച്ചപ്പുള്ളൊരു അന്തരീക്ഷം തന്നെ ചുറ്റും നമുക്ക് കാണാൻ കഴിയും. പടുകൂറ്റൻ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ വിശാലമായ ഗ്രൗണ്ടും അതുപോലെ തന്നെ നിറച്ച മാവുകൾ, കായ്ച്ച് ഫലങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുള്ള മാവുകൾ, തെങ്ങുകൾ, അങ്ങനെ ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ, വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ വിശാലമായൊരു ക്യാമ്പസ് തന്നെയാണിത്. പിന്നെ ഫാം ഹൗസുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ 13 ഏക്കറിൽ ഫാം ഹൗസുകളും തോപ്പുകളും തെങ്ങ് തോപ്പുകളും അതേപോലെ തന്നെ വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് എന്നിവ അടങ്ങുന്നതാണ് ഈ ക്യാമ്പസ്. നമ്മൾ മുയൽ ഫാമിലേക്കാണ് ആദ്യം പോയത്. 3-4 കൂടുകളിലായിട്ട് നിറയെ മുയലുകൾ, പല വിധത്തിലുള്ള നിറത്തിലുള്ള മുയലുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കറുത്തതും വെളുത്തതും ഇടകലർന്നതുമായിട്ട് ഒരുപാട് മുയലുകളെ ഇവിടെ കാണാൻ പറ്റി. വളരെ രസകരമായൊരു കാഴ്ച തന്നെയായിരുന്നു ഇത്. കൂട്ടം കുത്തി വളരെ സ്നേഹത്തോടെ കഴിയുന്ന മുയലുകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കോഴി ഫാം ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകാൻ തോന്നിയില്ല, അവിടെ വളരെയധികം ദുർഗന്ധമായിരുന്നു, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. പിന്നെ അതേപോലെ തന്നെ ഈ മുയൽക്കൂടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു നായക്കൂടുണ്ടായിരുന്നു. അവിടെ ഏകദേശം 5-6 നായ്ക്കളുണ്ടായിരുന്നു. അങ്ങോട്ട് പോകാൻ പേടിയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പോയില്ല. നായ്ക്കളെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാലും അവ വളരെയധികം രോഷാകുലരായി നിൽക്കുന്ന പോലെ കുരച്ച് ചാടിയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്തായിട്ട് പശുക്കളുടെ ഒരു ഫാം ഹൗസ് ഉണ്ട്. അവിടേക്ക് ഞങ്ങൾ പോയി. അവിടെയും നായ്ക്കളുടെ ഒരു കാവലാളന്മാരുണ്ടായിരുന്നു. 2-3 പേര് അവിടെയും കെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ അവർ വളരെ ശാന്തമായിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് വല്ലാതെ പേടി തോന്നിയില്ല. ഫാം ഹൗസിൽ ഒരു പശു പ്രസവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പശു പ്രസവിച്ച് കുറച്ച് ദിവസമായിട്ടുണ്ട്. പിന്നെ അവയെ പാല് കറക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള പണിക്കാർ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഫാം ഹൗസിൽ നിറയെ പശുക്കളും പശുക്കുട്ടികളും ഉണ്ടായിരുന്നു. ഈ മുമ്പിൽ കിടക്കുന്ന 3-4 പശുക്കളും ഉള്ളിലും പിന്നെ കുറേ പശുക്കളുണ്ടായിരുന്നു. ഒരു ദിവസം മുൻപ് പ്രസവിച്ച ഒരു പശു വളരെയധികം കുറുമ്പിയായതുകൊണ്ട് അതിന് പാല് കറക്കാൻ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ചേച്ചിമാർ. ഇവിടെയുള്ള ഈ ചേച്ചിമാരെയൊക്കെ കണ്ടു. ഇവിടെ എല്ലാം യൂണിഫോമോട് കൂടിയാണ് അവിടെ നിൽക്കുന്നത്. ഇതാണ് കുറച്ച് ദിവസം മുൻപ് പ്രസവിച്ച പശു, ഈ വെള്ള പശു. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ ആദ്യം പറഞ്ഞ കുറുമ്പി പശു നിൽക്കുന്നത്. അതുണ്ടോ, കുട്ടിയും പശുവുമായിട്ട് നിൽക്കുന്നത് കണ്ടോ. അത് വളരെയധികം കുറുമ്പിയാണ് അത്രേ. എല്ലാവരെയും കുത്തിമറിക്കുക, പാല് കറക്കാൻ അയക്കാതെ വളരെയധികം എല്ലാവരെയും കുത്തി നോവിച്ച് അല്ലെങ്കിൽ ചവിട്ടി തള്ളിയിടുന്ന ഒരു സ്വഭാവക്കാരിയാണ്. കുട്ടിക്ക് പാല് കൊടുക്കാൻ തന്നെ ആ പശുവിന് മടിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കാലുകളൊക്കെ കെട്ടിവെച്ചിട്ടാണ് അവർ പാല് കറക്കാറുള്ളത്. സാധാരണ ഇതിൽ പാല് കറക്കുന്നത് ഒരു ചേട്ടനാണത്രേ. ആ ചേട്ടൻ കുറച്ച് ദിവസമായിട്ട് ലീവാണ്. ഈ പശു പ്രസവിച്ചത് മുതൽ ഈ പശുവിനെ നോക്കാൻ അവിടെയുള്ള സ്ത്രീകൾ വളരെയധികം പാടുപെടുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ തണുപ്പിച്ചും കുറച്ചൊക്കെ വശത്താക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും അതൊരു പിടി കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിച്ച് അവരെ വട്ടം കറക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മയിൽ നിൽക്കുന്നത് കണ്ടു. മയിലുകളുടെ ഒരു കൂടാരം തന്നെയായിരുന്നു അവിടെ. ഇഷ്ടംപോലെ മയിലുകൾ ഇങ്ങനെ സദാസമയം കൂക്കി നടക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ ദൗർലഭ്യം കാരണമാവണം ഈ ഒരു സൗണ്ട് ഉണ്ടാക്കി അവ നടന്നിരുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ആ തോപ്പിൻ്റെ അങ്ങേ അറ്റത്തുകൂടെ ഏറ്റവും അവസാനം വരെ ഒന്ന് നടന്നു നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 2 പേരും അവിടെ പോയി. കുറേ ദൂരം അങ്ങനെ നടന്നു. ഏകദേശം 13 ഏക്കറിൽ കൂടുതലുണ്ടെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ ചേച്ചിമാർ പറഞ്ഞത്. ആ ബിൽഡിങ്ങുകളുടെയൊക്കെ ബാക്ക് സൈഡാണിത്. എക്സാം നടക്കുന്ന ബിൽഡിങ്ങുകളുടെ ബാക്ക് വശമാണ് ഈ കാണുന്നത്.
അതിലൂടെ എല്ലാം നടന്നു. വിശാലമായ തെങ്ങിൻ തോപ്പാണ്. ആരും തന്നെ തേങ്ങ ഇടാനോ പെറുക്കാനോ ഇല്ലാത്തത് കാരണം എല്ലാ തെങ്ങുകളുടെ ചോട്ടിലും ഇഷ്ടം പോലെ തേങ്ങകൾ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഓരോ തെങ്ങിൻ്റെ മുകളിലും ഇഷ്ടം പോലെ തേങ്ങ ഉണങ്ങി പറ്റി പിടിച്ച് നിൽപ്പുണ്ട്. ഒരാളും തേങ്ങ ഇടാനോ അല്ലെങ്കിൽ തേങ്ങ പെറുക്കാനോ വരാത്ത ഒരു അവസ്ഥയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. തൊട്ട് വലതുവശത്തായിട്ട് റബ്ബർ തോട്ടം നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അവിടെ തന്നെ മുളങ്കൂടുമുണ്ട്, ഒരു പ്ലാവ്. അങ്ങനെ നിറയെ പച്ചപ്പുമുണ്ട്. എന്നാൽ വെള്ളത്തിൻ്റെ നനവില്ലാത്തത് കാരണം കവുങ്ങുകളെല്ലാം മഞ്ഞ അടിച്ച് ഇലകളെല്ലാം മഞ്ഞപ്പ് ബാധിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ബിൽഡിംഗ് എല്ലാം കൂറ്റൻ ബിൽഡിങ്ങുകളായിരുന്നു, 3-4 നിലകളായിട്ട്. ഒന്നും വർക്കിംഗ് ആയി തുടങ്ങിയിട്ടില്ല, എല്ലാം പണി നടന്ന് കഴിഞ്ഞ് ഇട്ടിരിക്കുകയാണ്. ഒന്നും നിലവിൽ വർക്കിംഗ് അല്ല, എല്ലാം പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഏതോ 2-3 ബിൽഡിങ്ങുകൾക്ക് ഉള്ളിൽ മാത്രമാണ് കുട്ടികൾക്ക് എക്സാമും അതുപോലെ തന്നെ പഠനവും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഞങ്ങളതിൻ്റെ എല്ലാ വശത്തു കൂടെയും നടന്ന് എല്ലാ ഭാഗവും കണ്ടു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു കോളേജിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നതും അതുപോലെ തന്നെ അങ്ങനെ ഒരു കോളേജിലേക്ക് പോകുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൗതുകം തോന്നി. ഇത്ര വലിയ ഒരു കെട്ടിടങ്ങളും അതേപോലെ തന്നെ വലിയൊരു ക്യാമ്പസും അത് വളരെയധികം ഒരു കൗതുകമുള്ളൊരു കാഴ്ചയായിട്ട് തന്നെ തോന്നി. വളരെ വൃത്തിയുള്ളൊരു അന്തരീക്ഷമായിരുന്നു. ഒരു കുപ്പയോ മാലിന്യങ്ങളോ ഒന്നും കുന്നുകൂടി കിടക്കാതെ വളരെ വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണ് ഈ കോളേജ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. വളരെ വൃത്തിയോടെ അത് സൂക്ഷിച്ചു കൊണ്ടുപോകാനും മാനേജ്മെൻറ്റ് ശ്രമിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ അല്ലെങ്കിൽ എത്ര എക്സാമും അവിടെ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു മാനേഴ്സും വൃത്തിയും അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓൺലൈൻ എക്സാം സെൻറ്ററുകളാണ് കൂടുതലായിട്ട് അവിടെ ഉള്ളത്. എല്ലാ തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമും അവിടെ വെച്ച് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. സെക്യൂരിറ്റി 2 സൈഡിലും ഇരുവശത്തായിട്ട് കൂറ്റൻ ഗേറ്റുകളും അതിൻ്റെ അവിടെ തന്നെ സെക്യൂരിറ്റികൾക്ക് നിൽക്കാനുള്ള ഇരിപ്പിടങ്ങളും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വളരെ വലിയ കെട്ടിട സമുച്ചയങ്ങളാണ്. ഒന്നും വർക്കിംഗ് ആയി തുടങ്ങിയിട്ടില്ല എങ്കിലും വളരെ വൃത്തിയായിട്ട് അതിനെ സൂക്ഷിച്ചിട്ടുണ്ട്. കാറ്റും പൊടിപടലങ്ങളും എല്ലാം ഉള്ളിലുണ്ട് എങ്കിൽ കൂടി കുപ്പയോ മാലിന്യങ്ങളോ ഒന്നുമില്ല. വളരെ വൃത്തിയായിട്ട് തന്നെ അത് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കെട്ടിടങ്ങളിലൊന്നും ഇപ്പോൾ എന്താ പറയുക, അധ്യാപനമോ നടക്കുന്നില്ല എങ്കിലും എല്ലാ ബ്ലോക്കുകളും പൂട്ടിയിട്ടിരിക്കുകയാണ്. ഓരോ ഭാഗത്തും വളരെ നീറ്റായിട്ട് ബാത്റൂം കാര്യങ്ങളെല്ലാം വളരെ നീറ്റായിട്ടുണ്ട്. വെള്ളം കാര്യങ്ങളെല്ലാം സുലഭമായിട്ടുണ്ട്. വളരെ എന്തായാലും കൗതുകരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് തന്നെ തോന്നി. ഇത്ര വലിയൊരു കോളേജ് ഈ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു ഉള്ള ഏരിയയിലേക്ക് ആരും പ്രതീക്ഷിച്ച് കാണില്ല. പ്രത്യേകിച്ച് ഞാൻ. ഇത്രയും വലിയൊരു കെട്ടിട സമുച്ചയം അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോളേജിലാണ് എക്സാം നടക്കുന്നതെന്ന് മോൻ ആദ്യം പറഞ്ഞപ്പോൾ ഇത്ര വലിയൊരു കോളേജ് ആയിരിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രയും സൗകര്യങ്ങളുള്ള ഇത്രയും വലിയൊരു ശാന്തമായ അന്തരീക്ഷമായിരിക്കുമെന്നോ ഒന്നും ചിന്തിച്ചിരുന്നില്ല. അവിടെ ചെന്ന് ഇത് കണ്ടപ്പോഴാണ് ഇത്ര വലിയൊരു എന്താ പറയുക കെട്ടിട സമുച്ചയങ്ങൾ, അതിൻ്റെ ഇടയിൽ നിറഞ്ഞ പച്ചപ്പ്, ഡ്രൈനേജ് സിസ്റ്റം എല്ലാം പക്കയായിരുന്നു. ഓരോ ഇങ്ങനെയുള്ള 4 ബിൽഡിങ്ങുകളുടെ ഇടയിലായിട്ട് മണ്ണ് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ 2-3 വശങ്ങളിലായിട്ട് നമുക്ക് മഴക്കാലത്ത് വെള്ളം പോകാനുള്ള ഓവുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പക്ക ഡീസൻ്റായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ക്യാമ്പസാണ്. വളരെ വൃത്തിയുള്ളൊരു അന്തരീക്ഷമായിട്ടാണ് എനിക്ക് തോന്നിയത്. പൂട്ടിക്കിടക്കുന്നതിൻ്റെ യാതൊരുവിധ എന്താ പറയുക പരാധീനതകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്, കാരണം ഇത്രയും വലിയൊരു കെട്ടിടം പൊടി പിടിക്കാതെ നോക്കി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി അപ്രാപ്യമായ കാര്യമാണ്. എന്നാലും ബാക്കി എല്ലാ കാര്യത്തിലും പക്കയായിട്ട് ഡീസൻ്റായിട്ടുള്ളൊരു കെട്ടിടമായി തന്നെ തോന്നി. ഈ ഭാഗത്താണ് നമ്മുടെ ലേഡീസിനും ജെൻസിനുള്ള ബാത്റൂം സെറ്റപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ ബ്ലോക്കിലാണെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ തിരിച്ച് നടന്നു. എന്നിട്ട് ആ സൈഡിലേക്ക് പോയി. ഏത് വശത്തുകൂടെ പോയാലും തിരിച്ചു വരാവുന്ന രീതിയിലുള്ള സെറ്റിങ്സാണ് വഴികൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്ര വലിയൊരു കെട്ടിട സമുച്ചയമാണ് ഇവിടെ ഉള്ളതെന്ന് ആരും പ്രതീക്ഷിച്ച് കാണില്ല. ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും ഈ കോളേജിലെത്തിയാൽ ഉണ്ടാവുക. എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഒരു മരച്ചുവട്ടിൽ വന്ന് കുറേ നേരം ഇരുന്നു. ഏകദേശം 4 മണിക്കൂറിലധികമുള്ളൊരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കട്ട പോസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മൂച്ചിൻ്റെ ചോട്ടിൽ വന്നിരുന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ സമയം തള്ളി നീക്കിയത്. വളരെ വിശാലമായ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.